പക്ഷെ അന്നൊന്നും കേരള പീസ് ചോദിച്ചിട്ടില്ല, ആ ചോദ്യകർത്ത ചോദിച്ചിട്ടില്ല. അന്നൊന്നും ചോദിക്കാതെ ഇപ്പൊ ചോദിക്കാൻ കാരണം എന്താ? റീസൺ വ്യക്തമാണ്. ബുദ്ധിയുള്ള ചോദ്യകർത്താവാണെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും. കേരള പോലീസിന്റെ പൊല്ലാപ്പെത്തി എന്നായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചർച്ച. ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിലാണ് പ്രശ്നം. അവിടെ അമേരിക്ക ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ മാർച്ച് മാസം 18-ാം തീയതി ഈ ഹൻസ്രാജ് ഗംഗാറാം അഹിർ മാറുന്നു, പുതിയ ആള് വരുന്നു. ഇന്ത്യൻ സൈന്യം തെരഞ്ഞു പിടിച്ചു പതിച്ച ഓപ്പറേഷൻ വിളിച്ച പേരാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ CA അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നൊരു പുതിയൊരു സെഗ്മെന്റിന് നമ്മൾ തുടക്കമിടുകയാണ്. പുതിയൊരു സീരീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. PYQ സീരീസ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന PYQ സീരീസ് എന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുത്തിടെ നടന്ന ഒരു 6 മാസ കാലയളവിനുള്ളിൽ നടന്നിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പാറ്റേണും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വസ്തുക്കളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. ആ സീരീസിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഒരു വലിയൊരു എന്താ പറയാ, ഒരു പരീക്ഷാ കാലമാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ. ഡിഗ്രി പ്രിലിംസുകാർക്കും ഇനിയുള്ള LGS കമ്പനി ബോർഡ് LGSകാർക്കും അതുപോലെ തന്നെ VFAക്കാർക്കും LDക്കാർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്, ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് പ്ലേലിസ്റ്റ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PYQ എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലായിരിക്കും ഈ വീഡിയോസ് എല്ലാം എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ആദ്യ അവസാനം കട്ടയ്ക്ക് എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നമ്മുടെ നോട്ട്സും മറ്റു കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ടെലഗ്രാമിന്റെ പേര് ദ CA അനലിസ്റ്റ് തന്നെയാണ്. അതിന് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. കഴിഞ്ഞ 2025 ജൂലൈ മാസം 5-ാം തീയതി നടന്ന പട്ടികവർഗക്കാർക്ക് വേണ്ടി മാത്രം നടത്തിയ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം നോക്കാം നമുക്ക്. 2025 നവംബർ മാസത്തിൽ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേനയും പേപ്പറും എടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഏറ്റവും അവസാനം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കുറഞ്ഞൊരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാനെ കൊണ്ട് ശ്രമിച്ചേ. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത് എന്നാണ് ചോദ്യം. എഴുതി കഴിഞ്ഞോ? ആൻസറിലേക്ക് വരട്ടെ. യെസ്, ആൻഡ് ആൻസർ ഈസ് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ 2025 നവംബർ മാസത്തിൽ നടന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വേദികൾ എന്ന് പറയുന്ന മേഖലയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രിക്സ് അല്ലേ, ബ്രിക്സ് സ്ഥിരം ചോദ്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 വേദികൾ പറയാൻ പോവാണ്. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാന്ന് വെച്ചപ്പോൾ അത് റഷ്യയിലാണ്. ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് ബ്രസീലാണ്. 2026 18ാമത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതൽ. 2026 എത്രാമതാ? 18ാമത് ബ്രിക്സിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ G20യിലേക്ക് വരാം. G20യിലേക്ക് വരുമ്പോൾ ഇന്ത്യ G20ക്ക് വേദിയായത് 2023 ഇന്ത്യ G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത് അല്ലേ. ഇവിടെ 2024 വേദി ബ്രസീലാണ്. 2025 ഇപ്പൊ ചോദിച്ചത് ദക്ഷിണാഫ്രിക്ക. അപ്പൊ അടുത്ത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ 2026 G20 വേദി ഒരു കാരണവശാലും മറക്കരുത്, അമേരിക്കയാണ്. അപ്പോ 2026 G20യുടെ വേദി അമേരിക്കയാണെങ്കിൽ ബ്രിക്സിന്റെ വേദി അത് ഇന്ത്യയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ലോക സാമ്പത്തിക ഉച്ചകോടി വലിയ സീനൊന്നുമില്ല, കാരണം അത് സ്ഥിരം വേദിയാണ്. എല്ലായ്പ്പോഴും അവിടെ വെച്ച് നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചിട്ടാണ് ലോക സാമ്പത്തിക ഉച്ചകോടി, വേൾഡ് എക്കണോമിക് ഫോറം. അതിന്റെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ്, വിച്ച് ഈസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. അങ്ങനെയെങ്കിൽ പ്രഥമ AI ചൂട്, നമുക്കറിയാം ഇതൊരു AI യുഗമാണല്ലേ.
ആദ്യമായിട്ടൊരു AI ഉച്ചകോടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടക്കുന്നത് ബ്ലച്ച്ലി പാർക്കിലാണ്. UK ബ്ലച്ച്ലി പാർക്ക് 2023 സംഘടിപ്പിക്കപ്പെട്ടത്. UK ബ്ലച്ച്ലി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രഥമ AI ഉച്ചകോടി വേദി. അങ്ങനെയെങ്കിൽ 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോഴത് പാരീസ്, ഫ്രാൻസ്. അപ്പൊ 2025 വേദി എവിടെയായിരുന്നു? ഫ്രാൻസിലെ പാരീസ് ആയിരുന്നു 2025 AI ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കാലാവസ്ഥാ ഉച്ചകോടി. കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP എന്ന് പറയും. COP 29 2024 COP 29 അഥവാ COP 29 വേദി അസർബൈജാൻ ആണ്. അങ്ങനെയെങ്കിൽ 2025 കാലാവസ്ഥാ ഉച്ചകോടി വേദി COP 30 വേദി ബ്രസീലാണ്. 2026 കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP 30 വേദി തുർക്കിയാണ്. അപ്പൊ 2024 COP 29 വേദി അസർബൈജാൻ, COP 30 വേദി ബ്രസീൽ, COP 31 വേദി ചോദിക്കാൻ ചാൻസ് കൂടുതൽ അതായിരിക്കും. 2026 COP 30 വേദി തുർക്കിയാണ്. ഈ തുർക്കി അറിയപ്പെടുന്നത് തുർക്കിയെ എന്നാണ്. എന്നെ റീനെയിം ചെയ്തിപ്പോ തുർക്കിയെ എന്നാണ് ആ രാജ്യം ഇപ്പോൾ അറിയപ്പെടുന്നത്, തുർക്കിയെ എന്നാണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ലോക പരിസ്ഥിതി ദിനം. നമുക്കറിയാം ജൂൺ മാസം 5-ാം തീയതിയാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുക. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി ജെജു ആണ്. ദക്ഷിണ കൊറിയയിലെ ജെജു, ജോജു അല്ല ജെജു. അപ്പൊ 2025 വേദി ജെജു വിച്ച് ഈസ് ഇൻ സൗത്ത് കൊറിയ. 2024 PS ചോദിച്ചാണ്. കഴിഞ്ഞ LDയുടെ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ LDയുടെ PQ ആണ്. ട്രിവാൻഡ്രം LDയുടെ PQ ആണ് സൗദി അറേബ്യ. അപ്പൊ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് സൗദി അറേബ്യയാണ്. 2023 നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല, ഐവറി കോസ്റ്റ് ആണ്, വേണമെന്നില്ല. ഇനി യോഗാ ദിനത്തിലേക്ക് വരാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ജെജു ആണ്. 2025 ജെജു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ യോഗ ഡേ. നമുക്കറിയാം ജൂൺ മാസം 21-ാം തീയതിയാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുക, ശരിയല്ലേ? 2025 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ വേദി വിശാഖപട്ടണത്താണ്. 2024 വേദി ശ്രീനഗറാണ്. 2023 വേണമെന്നില്ല, ഇനി ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ജബൽപൂർ ആൻഡ് UN ആസ്ഥാനം ന്യൂയോർക്ക്. അപ്പൊ നിങ്ങൾ ബേസിക്കലി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് 2025 തന്നെയാണ്. അടുത്തതിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു ചോദ്യവും അതിന്റെ അനുബന്ധ വസ്തുക്കളുമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2 ചോദ്യങ്ങളാണ്. രണ്ടും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പേനയും പേപ്പറും എടുത്തു വെച്ചോളൂ, മാർക്ക് ചെയ്യാം. മൂന്നാമത്തെയും. അപ്പൊ ഇത് 2ാമത്തെ ചോദ്യം, ഇത് 3ാമത്തെ ചോദ്യമാണ്. നോക്കിയേ, ആട്ടിടയന്മാരുടെ താഴ്വര അഥവാ വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത്? 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച സുദർശന ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ടോപ്പിക്ക്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല അടിച്ച് പൊളിച്ച് ഞാൻ വൃത്തിക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റിൽ പൊളിറ്റിയിൽ കയറുമ്പോൾ അവിടെ കിടപ്പുണ്ട്. ആ വീഡിയോ കാണാത്തവർ കണ്ടേ പറ്റൂ. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണത്. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല വീഡിയോ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെടുത്ത ഒരു വീഡിയോ ഏതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഓപ്പറേഷൻ സിന്ദൂറാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കാണാത്തവർ എന്ത് ചെയ്യുക, ഓപ്പറേഷൻ സിന്ദൂർ പോയി ഒന്ന് കണ്ടിട്ട് വരിക. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, വീഡിയോ പോയി കാണുക. അപ്പോൾ നമുക്ക് ഇനി ആൻസറിലേക്ക് വരാം. എഴുതി കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ആട്ടിടയന്മാരുടെ താഴ്വര അഥവാ വാലി ഓഫ് ഷെപ്പേർഡ് എന്നറിയപ്പെടുന്നത് പെഹൽഗാമാണ്. പെഹൽഗാമിനെയാണ്. ഈ പെഹൽഗാം അറ്റാക്ക് നടന്നില്ലേ, ഇത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് GK ആനുകാലിക സംബന്ധിയായ GK എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ചോദ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പെഹൽഗാമിന് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന വിശേഷണം ഇന്നും ഇന്നലെയും കിട്ടിയ വിശേഷണമല്ല, പണ്ട് മുതലേ കിട്ടിയ വിശേഷണമാണ് ഈ പറയുന്ന കണക്ക് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന വിശേഷണം. പക്ഷെ അന്നൊന്നും കേരള പീസ് ചോദിച്ചിട്ടില്ല, ആ ചോദ്യകർത്ത ചോദിച്ചിട്ടില്ല. അന്നൊന്നും ചോദിക്കാതെ ഇപ്പൊ ചോദിക്കും. കാരണം എന്താ? റീസൺ വ്യക്തമാണ്. പെഹൽഗാം അറ്റാക്ക് നടന്നു ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് പെഹൽഗാം അറ്റാക്ക് നടന്നത്. അതിനെ തുടർന്നാണ് ചോദ്യകർത്താവിനെ കൊണ്ട് ആ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച സുദർശന ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. അതിന്റെ പേര് S-400 എന്നാണ്. എന്താ പേര്? S-400 എന്നാണ് അതിനെ വിളിച്ച പേര്. S-400. അതും നമ്മൾ
കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. അടുത്തതിലോട്ട് വരാം. അടുത്ത ചോദ്യം നമ്മുടെ നാലാമത്തെ 2, 3, 4 നാലാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്തോളൂ. ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. നാലാമത്തെ ചോദ്യം. നിങ്ങൾ ഏറ്റവും അവസാനം എത്ര മാർക്ക് കിട്ടിയെന്ന് പറയണേ. അപ്പൊ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേര് കെ സ്മാർട്ട് എന്നാണ്. കെ സ്മാർട്ട് എന്നാണ് ആപ്ലിക്കേഷൻ വിളിച്ച പേര്. കെ സ്മാർട്ട് എന്നാണ്. ഈ കെ വെച്ചുള്ള പദ്ധതികൾ കുറേ ഉണ്ടല്ലേ, നമ്മളെ കുറേ കുഴപ്പിക്കുന്നതാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് കെയുമായി ബന്ധപ്പെട്ട കുറച്ച് കെയിൽ തുടങ്ങുന്ന കുറച്ച് സ്കീമുകളാണ്. ഓക്കെ, നോക്കാം നമുക്ക്. എന്താണ് കെ ഫോൺ? നമുക്കറിയാം, സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് കെ ഫോൺ എന്ന് പറയുന്നത്. ഈ കെ ഫോണിന്റെ ഫുൾ ഫോം ബുദ്ധിയുള്ള ചോദ്യകർത്താവാണെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും. എങ്ങനെയാ ചോദിക്കുക? കെ ഫോണിന്റെ ഫുൾ ഫോം 4 ഓപ്ഷനും അവൻ ഒരുപോലെ കൊടുക്കും. അവിടെ കേരള നമുക്ക് തെറ്റൂല, ഫൈബർ നമുക്ക് തെറ്റൂല, നെറ്റ്വർക്ക് നമുക്ക് തെറ്റൂല. പക്ഷെ അവൻ നമുക്ക് പണി തരും. എവിടാന്നറിയാവോ? ഒപ്റ്റിക്കിൽ നമുക്ക് പണി തരും. അവൻ നമുക്ക് പണി തരും. ഒപ്റ്റിക്കിൽ പണി തരും. കാരണം ഇവനെ നമുക്ക് ഒരുപാട് രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഒപ്റ്റിക് എന്ന് പറയാം, ഒപ്റ്റിക്സ് എന്ന് പറയാം, ഒപ്റ്റിക്കൽ എന്ന് പറയാം. വിവിധ രീതിയിൽ നമുക്ക് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൃത്യമായി പഠിക്കുക. ആ ഒപ്റ്റിക്സ് കൃത്യമായിട്ട് പഠിക്കുക. കേരള ഫൈബർ ഓപ്റ്റിക്സ് എന്ന് തന്നെ പഠിക്കുക. കേരള ഫൈബർ ഓപ്റ്റിക്സ് അല്ല, സോറി, എന്നെ തന്നെ തെറ്റിച്ചു. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. ഇനി കെ ഫോൺ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ 2023 ജൂൺ മാസം 5-ാം തീയതി. അപ്പൊ കെ ഫോൺ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നാണ് അത് 2023 ജൂൺ മാസം 5-ാം തീയതി. ഇനി സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കെ ഫോൺ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് കണക്റ്റിംഗ് ദി അൺകണക്റ്റഡ് അല്ലെ. അപ്പൊ സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കെ ഫോൺ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് കണക്റ്റിംഗ് ദി അൺകണക്റ്റഡ്. കണക്റ്റിംഗ് ദി അൺകണക്റ്റഡ് എന്നാണ് പദ്ധതിക്ക് വിളിച്ച പേര്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിന്റെ പേര് മാതൃകം എന്നാണ്. അപ്പൊ 2023 ഡിസംബർ മാസം പ്രകാശനം ചെയ്ത പബ്ലിഷ് ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിന്റെ പേര് എന്ത് എന്നാണ് ചോദ്യം. എന്താണ്? മാതൃകം എന്നാണ്. അപ്പൊ കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിന്റെ പേര് മാതൃകം എന്നാണ്. അങ്ങനെയെങ്കിൽ വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിക്ക് വിളിച്ച പേര് സാന്ത്വനം അല്ലേ. വീടുകളിലെത്തി ഇവരെ ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? സാന്ത്വനിപ്പിക്കുക എന്ന ഒരർത്ഥത്തോടു കൂടി ആ ആൾക്കാരുടെ വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിക്ക് വിളിച്ച പേരാണ് സാന്ത്വനം. ഇനി എന്താണ് ശ്രേഷ്ഠം? ഇതൊരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. കുടുംബശ്രീക്ക് വേണ്ടി ആരംഭിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്താ സംഭവം? സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുക? ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, പേപ്പർലെസ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു സോഫ്റ്റ്വെയർ ആരംഭിക്കുന്നു. ആ സോഫ്റ്റ്വെയറിന് വിളിച്ച പേരാണ് ശ്രേഷ്ഠം. അപ്പോൾ ഒന്നും കൂടി, സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ ആക്ടിവിറ്റീസും മുഴുവൻ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യാടാ? ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു സോഫ്റ്റ്വെയർ ആരംഭിക്കുന്നുണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ പേരാണ് ശ്രേഷ്ഠം. അടുത്ത പോയിന്റിലേക്ക് വരാം. കേട്ടിക്ക്. എല്ലാം കെ കൊണ്ടുള്ള കളികളാണ്. എന്താണ് കേട്ടിക്ക്? പട്ടികവർഗ വിഭാഗത്തിന്റെ
സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഉള്ള പദ്ധതിക്ക് വിളിച്ച പേരാണ് കേട്ടിക്ക്. അപ്പൊ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിക്ക് വിളിച്ച പേരാണ് കേട്ടിക്ക്. അതിന്റെ ഫുൾ ഫോം കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാ കേട്ടിക്ക്? പട്ടികവർഗം അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സംരംഭക സ്വപ്നങ്ങൾ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിക്ക് വിളിച്ച പേരാണ് കേട്ടിക്ക്. അങ്ങനെയെങ്കിൽ എന്താണ് കെ ടാപ്പ്? എന്താണ് കെ ടാപ്പ്? കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ടാപ്പ്. അപ്പോൾ ഒന്നും കൂടി, കാർഷിക മേഖലയിൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി വാല്യൂ ആഡഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ ഒരു പദ്ധതി ആരംഭിച്ചു. അതിന് വിളിച്ച പേരാണ് കെ ടാപ്പ് അഥവാ ഫുൾ നെയിം കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. ഒരിക്കലും ഫുൾ ഫോം ഒന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ കെ ടാപ്പ് എന്ന് പഠിച്ചാൽ മതി. അപ്പൊ കെ ടിക്ക് പറഞ്ഞു, കെ ടാപ്പ് പറഞ്ഞു. അടുത്ത പോയിന്റിലേക്ക് വരാം. എന്താണ് കേരള കെയർ? എന്താണ് മാ കെയർ? എന്താണ് കേരള കെയർ? എന്താണ് മാ കെയർ? ഇന്നൊന്നുകൂടെ ഉണ്ട്, എന്താണ് കെ ഫോർ കെയർ? മൂന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകും അല്ലെ. ഒന്ന് കേരള കെയർ, മാ കെയർ, പിന്നെ ഈ പറയുന്ന കണക്ക് കെ കെയർ, കെ ഫോർ കെയർ. നോക്കാം. കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡാണ് കേരള കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി, കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരൊറ്റ കുടക്കീഴിലാക്കുന്ന കേരള സർക്കാരിന്റെ പ്രത്യേക ഗ്രിഡാണ് കേരള കെയർ എന്ന് പറയുന്നത്. കേരള കെയർ, കേരള കെയർ എന്ന് പറയുന്നത്. ഇനി എന്താണ് മാ കെയർ? ആ പേര് കേൾക്കുന്നതിനറിയാം, മാതാവുമായി ബന്ധപ്പെട്ടതാണ് മാ കെയർ അല്ലേ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ലഘുഭക്ഷണങ്ങളും മറ്റ് പഠന ഉപകരണങ്ങളും ലഭിക്കാൻ വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിക്ക് വിളിച്ച പേരാണ് മാ കെയർ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അമ്മ അല്ലേ, ഒരു അമ്മ എന്താണോ ചെയ്യുന്നത് അതുപോലെ മാ കെയർ, അമ്മയുടെ പരിചരണം. കെയർ മീൻസ് പരിചരണം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റ് പഠന ഉപകരണങ്ങളും ലഭിക്കാൻ വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മാ കെയർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പാലിയേറ്റീവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് കേരളം എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് കെ ഫോർ കെയർ? വൃദ്ധർ, കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, ന്യൂ ബോൺ ബേബീസ്, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ എന്നിവർക്ക് സഹായവും പരിചരണവും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോർ കെയർ. അപ്പൊ കേരള കെയർ എന്താ സംഭവം? കിടപ്പു രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരൊറ്റ കുടക്കീഴിലാക്കുന്ന കേരള സർക്കാരിന്റെ പ്രത്യേക ഗ്രിഡാണ് കേരള കെയർ. കെ ഫോർ കെയർ ആരുമായി ബന്ധപ്പെട്ടതാ? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ വൃദ്ധർ, കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ എന്നിവർക്ക് സഹായവും പരിചരണവും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോർ കെയർ. അടുത്ത പോയിന്റ്, അങ്ങാടി കേരള ആപ്പ്. എന്താണ് അങ്ങാടി കേരള ആപ്പ്? സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അങ്ങാടി കേരള ആപ്പ്. അപ്പോൾ സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് വേണ്ടി ആരംഭിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അങ്ങാടി കേരള ആപ്പ് എന്ന് പറയുന്നത്. ഒന്നും കൂടി, സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് വേണ്ടി ആരംഭിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അങ്ങാടി കേരള ആപ്പ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ടെലിമാനസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ടെലിഫോണുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആണ് ടെലിമാനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട്
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് സംസാരിക്കാം. അപ്പം മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ടെലിമാനസ്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 14 അടുത്ത ചോദ്യം, കെ ലിഫ്റ്റ്. എന്താണ് കെ ലിഫ്റ്റ്? കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം, സ്ഥിരതയായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ്. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിരമായ വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ്. എന്താണ് കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം എന്നറിയണം. കുടുംബശ്രീ ലിവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. കുടുംബശ്രീ ലിവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, കേരള പോലീസുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പൊതുജനങ്ങൾക്ക് പോലീസിന്റെ സേവനം ഓൺലൈനായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പോർട്ടലിന്റെ പേരാണ് തുണ പോർട്ടൽ. അപ്പോൾ പൊതുജനങ്ങൾക്ക് പോലീസിന്റെ സേവനം ഓൺലൈനായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പോർട്ടൽ ആരംഭിച്ചു. ആ പോർട്ടലിന്റെ പേരാണ് തുണ പോർട്ടൽ. അങ്ങനെയെങ്കിൽ എന്താണ് പോൽ ആപ്പ് അല്ലെങ്കിൽ പൊല്ലാപ്പ് എന്ന് വിളിക്കും? എന്താണ് പോൽ ആപ്പ്? ദ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് കേരള പോലീസ്. കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷന്റെ പേരാണ് പോൽ ആപ്പ് അഥവാ പോലീസ് ആപ്ലിക്കേഷൻ എന്നാണ്. ദ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് കേരള പോലീസ് അല്ലേ? കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷന്റെ പേരാണ് പോൽ ആപ്പ് അഥവാ, അന്ന് വലിയ ട്രോളൊക്കെ ആയിരുന്നു, കേരള പോലീസിന്റെ പൊല്ലാപ്പെത്തി എന്നായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചർച്ച. അപ്പൊ കേരള പോലീസിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് പോൽ ആപ്പ് അഥവാ പോലീസ് ആപ്ലിക്കേഷൻ. യെസ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായി അടുത്തതിലോട്ട് പോവാം. 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിൽ കിടക്കുന്നു, മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏത് എന്നാണ് ചോദ്യം. മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി യമൻ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഒന്ന് ആൻസർ ചെയ്യേ. മോക്ഷ അല്ലെങ്കിൽ മോച്ച എന്ന് ഇംഗ്ലീഷിൽ എഴുതും, മോക്ഷ എന്ന് വായിക്കും. മോച്ച 2023 ഈ ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത്. മോച്ച ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ച രാജ്യം. ആൻസർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആൻസറിലേക്ക് വരാം. യമൻ ആണ് കേട്ടോ. അപ്പൊ മോക്ഷ ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഏതാണ്? അത് യമൻ ആണ്. അപ്പൊ അടുത്തിടെ വീശിയടിച്ച പ്രധാനപ്പെട്ട കുറച്ച് ചുഴലിക്കാറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെട്ടു വരാം. 2025 ഡിസംബർ മാസം ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതെന്നാണ് ചോദ്യം. അപ്പൊ 2025 ഡിസംബർ മാസം ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് അത് ദിത്വ ചുഴലിക്കാറ്റാണ്, ദിത്വ സൈക്ലോൺ ആണ്. ആ ദിത്വ ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ ആണ്. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ഒരു ചുഴലിക്കാറ്റാണ് ദിത്വ ചുഴലിക്കാറ്റ്. അത് പേര് നിർദ്ദേശിച്ച യമൻ ആണ്. ശ്രീലങ്കയിലാണ് നാശം വിതച്ചത്. അവിടെ ഇന്ത്യ ഒരു ഓപ്പറേഷൻ നടത്തി. ശ്രീലങ്കയിൽ കടുത്ത നാശം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം വിളിച്ച പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നാണ് നമ്മൾ ഓപ്പറേഷൻ വിളിച്ച പേര്. അപ്പൊ ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇന്ത്യ ഏറ്റവും ഒടുവിലായിട്ട് നടത്തിയ ഓപ്പറേഷൻ സാഗർ ബന്ധു ആണ്. അടുത്ത പോയിന്റ്, ശക്തി. എന്താ ശക്തി? 2025 ഒക്ടോബർ മാസം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി ചുഴലിക്കാറ്റ്. ഈ ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീലങ്കയാണ്. അപ്പൊ ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത്? ശക്തി ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ശ്രീലങ്കയാണ്. അപ്പൊ 2025 ഒക്ടോബർ മാസം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി ചുഴലിക്കാറ്റ്. ആ ശക്തി ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ശ്രീലങ്കയാണ്. അങ്ങനെയെങ്കിൽ 2024 നവംബർ മാസം തമിഴ്നാട്ടിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏത് എന്നാണ് ചോദ്യം. ഫെങ്കൽ ചുഴലിക്കാറ്റ്. നല്ല ക്വസ്റ്റ്യൻ ആണേ. അപ്പൊ ഫെങ്കൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ആ ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ. അപ്പോൾ ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയ ശ്രീലങ്ക, ശക്തി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് നമ്മുടെ ഒക്ടോബർ മാസം അറബിക്കടലിലാണ്. അതിന് ശ്രീലങ്കയാണ്. ശക്തി
എസ് ഫോർ ശ്രീലങ്ക എന്ന് പഠിക്കാം. ഫെങ്കൽ, ഫെങ്കൽ സൗദി അറേബ്യ. ഫെങ്കൽ പേര് നൽകിയത് സൗദി അറേബ്യ ആണ്. അടുത്ത പോയിന്റ്, 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതെന്നാണ് ചോദ്യം. അപ്പൊ 2024 ഒക്ടോബർ മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഡാന സൈക്ലോൺ അഥവാ ഡാന ചുഴലിക്കാറ്റ്, അതിന് പേര് നൽകിയത് ഖത്തറാണ്. അപ്പൊ ഡാന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഖത്തറാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പൊ 2024 ഒക്ടോബർ മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ്. ആ ഡാന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഖത്തറാണ്. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളിലാണ് ഡാന ചുഴലിക്കാറ്റ് നാശം വിതച്ചത്. അങ്ങനെയെങ്കിൽ 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് എന്നാണ് ചോദ്യം. അപ്പൊ 2024 ഓഗസ്റ്റ് മാസം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് അസ്ന സൈക്ലോൺ ആണ്, അസ്ന ചുഴലിക്കാറ്റ്. ഈ അസ്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് പാകിസ്ഥാനാണ്. അപ്പൊ അസ്ന അതൊരു മുസ്ലിം നെയിം ആണല്ലേ, അപ്പൊ പേര് കൊടുത്ത ആരാ? പാകിസ്ഥാനാണ്. അസ്ന. അപ്പൊ ഡാന ഖത്തർ, അസ്ന എവിടെയാണ്? പാകിസ്ഥാനാണ്. ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ സൗദി അറേബ്യ, ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയ ശ്രീലങ്ക. ഓക്കെ, ഇനി ഈ അസ്ന ചുഴലിക്കാറ്റ് വീശിയടിച്ച് എവിടെയാ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് നാശം വിതയ്ക്കുന്നത്. ഇനി 2025 ഫെബ്രുവരി മാസം, കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി മാസം ഫ്രാൻസിലെ ലാ റീയൂണിയനിൽ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏത്? ഗാരൻ സൈക്ലോൺ. അപ്പൊ 2025 ഫെബ്രുവരി മാസം ഫ്രാൻസിലെ ലാ റീയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഗാരൻസ് ചുഴലിക്കാറ്റാണ്. ഗാരൻസ് ചുഴലിക്കാറ്റാണെന്ന കാര്യം ഓർക്കുക. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കിട്ടി. 5 എണ്ണം പറഞ്ഞു. അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB എന്നറിയപ്പെടുന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമതായി അംഗമായ രാജ്യം ഏത്? ആൻസർ ചെയ്തേ. അപ്പോൾ 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമതായി അംഗമായ രാജ്യം ഏത് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്ത് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ദ ആൻസർ ഈസ് ഇസ്രായേൽ. അപ്പോൾ 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമതായി അംഗമായ രാജ്യം ഇസ്രായേലാണ്. അങ്ങനെയെങ്കിൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്, ഓപ്ഷൻ ബി ഉർജിത് പട്ടേൽ, ഓപ്ഷൻ സി രഘുറാം രാജൻ, ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. ആൻസർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പോയിന്റിലേക്ക് വരാം. സഞ്ജയ് മൽഹോത്ര. ആൻസർ ഈസ് ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. ഇത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം സഞ്ജയ് മൽഹോത്രയാണ് ആൻസർ. അങ്ങനെയെങ്കിൽ ശക്തികാന്ത് ദാസ് ആരാ? 25ാമത്തെ ഗവർണർ. RBIയുടെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ് എന്ന കാര്യം ഓർക്കുക. അത് ഓർത്ത് വെച്ചേക്കണം, മറക്കരുതേ. RBIയുടെ 25ാമത്തെ ഗവർണർ ശക്തികാന്ത് ദാസ്. നിലവിലുള്ളത് 26ാമതാണ് സഞ്ജയ് മൽഹോത്ര. അങ്ങനെയെങ്കിൽ 8ാമത്തെ ചോദ്യം വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലത്തെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് എന്നാണ് ചോദ്യം. സ്ഥിരം ചോദിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയൊക്കെ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോൾ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ എ ബാൻ കി മൂൺ, ഓപ്ഷൻ സി ഐറിന ബെക്കോവ, ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ്, ഓപ്ഷൻ ഡി ഡാഗ് ഹാമർഷോൾഡ്. ആൻസർ ചെയ്യാം. എഴുതി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ്. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണത്. അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹം ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് പോർച്ചുഗൽ, ദ ഫോർമർ PM ഓഫ് പോർച്ചുഗൽ. പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഈ പറയപ്പെടുന്ന അന്റോണിയോ ഗുട്ടറസ് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനൂപ് ചന്ദ്ര, ഓപ്ഷൻ ബി രാജീവ് കുമാർ, ഓപ്ഷൻ സി സുശീൽ ചന്ദ്ര, ഓപ്ഷൻ ഡി ഗണേഷ് കുമാർ. ആൻസർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പോയിന്റിലേക്ക് വരാം. ഓപ്ഷൻ ഡി ഗണേഷ് കുമാർ ഈസ് ദ റൈറ്റ് ആൻസർ. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഗണേഷ് കുമാർ. യെസ്. ഇനി നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങൾ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിപ്പോകാം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര്? ഇന്ത്യയുടെ ആദ്യ 1ാമത്തെ നിയമ ഓഫീസർ ആണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് R വെങ്കട്ടരമണിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് R വെങ്കട്ടരമണി. അങ്ങനെയെങ്കിൽ സോളിസിറ്റർ ജനറൽ ആര് എന്നാണ് ചോദ്യം.
അത് തുഷാർ മേത്തയാണ്. അപ്പൊ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആർ വെങ്കട്ടരമണി, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് തുഷാർ മേത്തയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ സഞ്ജയ് മൂർത്തിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കെ സഞ്ജയ് മൂർത്തിയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ RBIയുടെ ഗവർണർ ആരെന്നാണ് ചോദ്യം. നിലവിൽ RBIയുടെ ഗവർണർ എന്നറിയപ്പെടുന്നത് സഞ്ജയ് മൽഹോത്ര, 26ാമത്തെ ഗവർണർ. 25ാമത്തെ ഗവർണർ അദ്ദേഹമാണ് സഞ്ജയ് മൽഹോത്ര. 25ാമത്തെ ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ശക്തികാന്ത ദാസ് ആണ്. 25ാമത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായിരുന്നു ക്വസ്റ്റ്യൻ. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗ്യാനേഷ് കുമാർ ആണ് അല്ലേ. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഗ്യാനേഷ് കുമാർ. അങ്ങനെയെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് വി രാമസുബ്രഹ്മണ്യനാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആര് എന്നാണ് ചോദ്യം. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത് രാജ്കുമാർ ഗോയലാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് രാജ്കുമാർ ഗോയലാണ്. ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് നമ്മുടെ രാജ്കുമാർ ഗോയൽ. അങ്ങനെയെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആര്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ വിമൻസ് കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് വിജയ കിഷോർ രഹത്കർ ആണ്. അങ്ങനെയെങ്കിൽ നിലവിൽ മുഖ്യ ബാലാവകാശ കമ്മീഷൻ ആര്? അപ്പൊ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ ബാലാവകാശ കമ്മീഷൻ, ദ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ മുഖ്യ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹയാണ്. തൃപ്തി ഗുർഹയാണെന്ന കാര്യം ഓർക്കുക. ഇദ്ദേഹം ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത പോയിന്റ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അഥവാ മൈനോറിറ്റി കമ്മീഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അഥവാ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് ഇക്ബാൽ സിംഗ് ലാൽപുര. അങ്ങനെയെങ്കിൽ ദേശീയ പിന്നാക്ക് വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആര്? ദേശീയ പിന്നാക്ക് വിഭാഗ കമ്മീഷൻ അഥവാ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, ദേശീയ പിന്നാക്ക് വിഭാഗ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആയിരുന്നു. എന്നാൽ മാർച്ച് മാസം 18-ാം തീയതി ഈ ഹൻസ്രാജ് ഗംഗാറാം അഹിർ മാറുന്നു, പുതിയ ആള് വരുന്നു, സാത്വി നിരഞ്ജൻ ജ്യോതി. അപ്പോൾ ഹൻസ്രാജ് ഗംഗാറാം അഹിർ മാറി, പുതിയ ആള് വരുന്നു, സാത്വി നിരഞ്ജൻ ജ്യോതി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ OBC കമ്മീഷൻ ചെയർമാൻ നിലവിൽ സാത്വി നിരഞ്ജൻ ജ്യോതി. ദേശീയ പട്ടികജാതി അഥവാ SC കമ്മീഷന്റെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. അത് കിഷോർ മക്വാനയാണ്. അപ്പൊ നാഷണൽ SC കമ്മീഷൻ അഥവാ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കിഷോർ മക്വാന. അങ്ങനെയെങ്കിൽ ദേശീയ പട്ടികവർഗം അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് അന്തർ സിംഗ് ആര്യ. അപ്പൊ പട്ടികജാതി ആണെങ്കിൽ കിഷോർ മക്വാന, പട്ടികവർഗമാണെങ്കിൽ അന്തർ സിംഗ് ആര്യ എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ ദ ലോക്പാൽ ഓഫ് ഇന്ത്യ, നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് അജയ് മണിക് റാവു ഖാൻവിൽക്കർ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലുള്ളത് 53-ാമതാണ് കേട്ടോ. 53-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ 53-ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതിന്റെ സ്വദേശം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഹരിയാനയാണ് സ്വദേശം. അപ്പോൾ സുപ്രീം കോടതിയുടെ 53-ാമത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതിന്റെ സ്വദേശം ഹരിയാനയാണ്.
അങ്ങനെയെങ്കിൽ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് BR ഗവായി, സ്വദേശ മഹാരാഷ്ട്ര. അതിന്റെ ഫുൾ നെയിം പഠിക്കുക, ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അപ്പൊ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അത് PQ ആണ് ചോദിച്ചിട്ടുണ്ട്, ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്, ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്ന BR ഗവായി. അതിന്റെ സ്വദേശം മഹാരാഷ്ട്രയാണ്. നീതി ആയോഗ്, ശ്രദ്ധിച്ച് കേൾക്കണടാ. നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നിലവിൽ അത് നരേന്ദ്രമോദിയാണ്. അങ്ങനെയെങ്കിൽ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് സുമൻ കെ ബെരിയും. നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം ആയിരുന്നു. BVR സുബ്രഹ്മണ്യം മാറി പുതിയ ആള് വരുന്നു, നിധി ചിബ്ബർ. അപ്പോൾ നീതി ആയോഗിന്റെ നിലവിലെ CEO നിധി ചിബ്ബർ ആണെന്ന കാര്യം ഓർക്കാം. ദെൻ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആര്? ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് 16ാമത് ധനകാര്യ കമ്മീഷൻ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 15ാമതാണെങ്കിൽ അത് NK സിംഗ് എന്നാണ് പേര്, അഥവാ നന്ദകിഷോർ സിംഗ് ഫുൾ നെയിം. അപ്പൊ NK സിംഗ് അഥവാ നന്ദകിഷോർ സിംഗ് 15, 16ാമത് അരവിന്ദ് പനഗരിയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 10ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ടാർഗറ്റ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ത് എന്നാണ് ചോദ്യം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം, 4 ഓപ്ഷൻ കാണാം. പെട്ടെന്ന് ആൻസർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ B. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേഷൻസ് അങ്ങ് പഠിക്കാൻ പോവാ. നോക്കണേ, ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേഷൻസ് ആദ്യം പറയാം. ഓപ്പറേഷൻ സിന്ധു എന്താ സംഭവം? എടാ, ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇല്ലേ? ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇനി എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. മ്യാൻമാറിൽ അടുത്തിടെ ഒരു ഭൂചലനം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇനി എന്താണ് ഓപ്പറേഷൻ അജയ്? എടാ, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അഥവാ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തെ തുടർന്ന് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ഗംഗ? എടാ, റഷ്യ ഉക്രൈൻ യുദ്ധം അല്ലേ? റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ. ഇനി എന്താണ് ഓപ്പറേഷൻ കാവേരി? സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. അപ്പൊ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. ഇനി എന്താണ് ഓപ്പറേഷൻ ദേവി ശക്തി? ഒരു 4 കൊല്ലം മുൻപ് അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഭരണകൂടം പിടിച്ചടക്കുന്നുണ്ട്. അങ്ങനെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചടക്കിയപ്പോൾ അവിടെ ഇന്ത്യ നടത്തി, അവിടെ കുടുങ്ങിപ്പോ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം വരുന്നു, എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത്, ഒരു കരീബിയൻ രാജ്യമാണ് ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. അപ്പൊ ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പോൾ ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. ആ ആഭ്യന്തര കലാപത്തിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത്. ഓക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ബോംബ്, സിന്ധു PQ ആണ്, ബ്രഹ്മ PQ ആണ്, അജയ് PQ ആണ്, കാവേരി PQ ആണ്, ഇന്ദ്രാവതി PQ ആണ്. ഓക്കെ, നോക്കാം. ഓപ്പറേഷൻ സുരംഗ് എന്താ സംഭവം? ഓപ്പറേഷൻ സുരംഗ് അഥവാ ഓപ്പറേഷൻ സിന്ദഗി ഈ ഉത്തരാഖണ്ഡിൽ നടക്കുന്നത് 2023 ഒക്ടോബർ നവംബർ മാസങ്ങളാണ് നടക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ സിൽക്യാര എന്ന് പറയുന്ന ഒരു തുരങ്കമുണ്ട്. ആ തുരങ്ക നിർമ്മാണത്തിനിടയ്ക്ക് കുറച്ച് തൊഴിലാളികൾ അവിടെ കുടുങ്ങിപ്പോയി. ഈ കുടുങ്ങിപ്പോയ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് വിളിച്ച പേരാണ് സുരംഗെന്നോ അല്ലെങ്കിൽ സിന്ദഗി എന്നോ പറയാം. ഇവിടെ ഒഫീഷ്യൽ നെയിം ഉത്തരാഖണ്ഡ് സർക്കാർ ഈ ഓപ്പറേഷൻ നൽകിയ ഔദ്യോഗിക പേര് സിന്ദഗി എന്നാണ്. പക്ഷെ അവിടെ ആദ്യം എത്തിയ ഒരു മലയാളി റിപ്പോർട്ടർ അവനൊരു പേരങ്ങിട്ടു.
അവനിട്ട പേര് അങ്ങ് വൈറലായി. അവനിട്ട പേരാണ് സുരംഗം എന്ന് പറയുന്നത്. സുരംഗം എന്ന് പറഞ്ഞാൽ തുരങ്കം എന്നാണ് അർത്ഥം. അങ്ങനെ അവനിട്ട പേരിൽ ഈ ഒഫീഷ്യൽ നെയിം എന്ത് ചെയ്തു? മുങ്ങിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും പഠിക്കുന്നത്. ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി എന്ന് പഠിക്കാം. ഓപ്പറേഷൻ സുരംഗാണ്, സിന്ദഗിയാണ് ശരിക്കും ഒഫീഷ്യൽ നെയിം. എന്താ ദോസ്ത്? ഇത് സിറിയ തുർക്കി പ്രദേശത്ത് 2024 സംഭവിക്കുന്നതാണിത്. സിറിയ തുർക്കി പ്രദേശത്ത് ഒരു ഭൂചലനം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സിറിയ തുർക്കി പ്രദേശത്ത് ഒരു ഭൂചലനം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. ഇനി എന്താണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയാം. 2021 മെയ് മാസം നടക്കുന്നത്. 2021 മെയ് മാസം കൊളംബിയയിൽ നിന്ന് ഒരു വിമാനം, യാത്രാ വിമാനം, ഒരു കുടുംബത്തിലെ 7 പേരെ വഹിച്ചുകൊണ്ട് ആമസോൺ മഴക്കാട് വഴി കടന്നു പോവുകയാണ്. ഈ ആമസോൺ മഴക്കാട് വഴി വിമാനം കടന്നു പോകവേ ആ വിമാനം ആമസോൺ മഴക്കാട്ടിൽ തകർന്നു വീഴുകയും അതിനകത്ത് 7 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ 4 പേര് കുട്ടികളും 3 പേര് മുതിർന്ന ആൾക്കാരുമായിരുന്നു. ഈ മുതിർന്ന ആൾക്കാർ തൽക്ഷണം മരണപ്പെടുന്നു. കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അടുത്ത 40 ദിവസം ആ കൊടുങ്കാട്ടിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിജീവിക്കുന്നുണ്ട്. 40ാമത്തെ ദിവസമാണ് കൊളംബിയൻ സൈന്യം ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. ആ ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓപ്പറേഷൻ സാഗർ ബന്ധു? എന്താണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇത് നടക്കുന്നത് 2025 ഡിസംബർ മാസമാണ്. അപ്പൊ 2025 ഡിസംബർ മാസം ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം വിളിച്ച പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. അപ്പോൾ 2025 ഡിസംബർ മാസം നമ്മുടെ ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നുണ്ട്. ആ ദിത്വ ചുഴലിക്കാറ്റ് വീശിയടിച്ച ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഈ ഓപ്പറേഷന് ഈ പറയുന്ന ദിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം അത് യമനാണ്. ദിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ്. ഇനി എന്താണ് ഓപ്പറേഷൻ മഹാദേവ്? എന്താണ് ഓപ്പറേഷൻ ആക്രമൺ? ഇവിടെ പെഹൽഗാം അറ്റാക്ക് നടക്കുന്നത് നമുക്കറിയാം. ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് പെഹൽഗാം അറ്റാക്ക് നടത്തുന്നത്, ശരിയല്ലേ? ഈ പെഹൽഗാം അറ്റാക്കിന് കാരണക്കാരായ 3 തീവ്രവാദികളെ 2025 ജൂലൈ മാസം ഇന്ത്യൻ സൈന്യം തെരഞ്ഞു പിടിച്ച് വധിക്കുന്നുണ്ട്. ആ വധിച്ച ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. അപ്പൊ 2025 ജൂലൈ മാസം പെഹൽഗാം അറ്റാക്കിന് കാരണക്കാരായ 3 തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം തെരഞ്ഞു പിടിച്ച് വധിച്ച ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. ഇനി എന്താണ് ഓപ്പറേഷൻ ആക്രമൺ? അത് പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മനസ്സിലായി അടി ഉറപ്പാണ്. അപ്പൊ തന്നെ ഇന്ത്യൻ വ്യോമസേന എന്ത് ചെയ്തു? സടകുഴന്നെഴുന്നേറ്റു. അകത്തിരുന്ന റഫാലിനെയും സുഖോയിനെയൊക്കെ എടുത്തു വെച്ച് ഒരു വ്യോമ അഭ്യാസം അങ്ങ് സംഘടിപ്പിച്ചു. ആ വ്യോമ അഭ്യാസം വിളിച്ച പേരാണ് ഓപ്പറേഷൻ ആക്രമൺ. അപ്പോൾ 2025 ഏപ്രിൽ മാസം ഇന്ത്യൻ വ്യോമസേന സംഘടിപ്പിച്ച വ്യോമ അഭ്യാസമാണ് ഓപ്പറേഷൻ ആക്രമൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഓപ്പറേഷൻ. എന്താണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി? ഇറാനിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. അങ്ങനെയെങ്കിൽ എന്താണ് റോറിംഗ് ലയൺ? ഇറാനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് റോറിംഗ് ലയൺ എന്നറിയപ്പെടുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി PS ചോദിച്ചതാണ് ലിക്വിഡ് പാർട്ടി, PS ചോദിച്ചാണ് PQ ആണ്. UK ജോയിൻസ് ദ പാർട്ടി, ഇല്ലേ? ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാൻ ആക്രമിക്കുമ്പോൾ അതിലേക്ക് ആരും കൂടെ കക്ഷി ചേർന്നു? നമ്മുടെ UK അഥവാ ബ്രിട്ടനും കൂടെ കക്ഷി ചേരുന്നു. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചപ്പോഴാണ് അത് കീർ സ്റ്റാർമർ ആണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ലേബർ പാർട്ടിയാണ്. ഇതിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ലേബർ പാർട്ടിയാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. യെസ്, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ബൈ അമേരിക്ക, റോറിംഗ് ലയൺ ബൈ ബെഞ്ചമിൻ നെതന്യാഹു. ഇനി ഇത് തിരിച്ചടിക്കുന്നു ആര്? ഇറാൻ തിരിച്ചടിച്ചു. ഇറാൻ ടു അൺലഷ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ ഓൺ ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ ഇറാൻ അഴിച്ചുവിട്ട ഓപ്പറേഷൻ വിളിച്ച പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ എന്നാണ്. ഇനി ഇവന്റെയൊക്കെ തുടക്കം 2025 ജൂൺ മാസമാണ്. 2025 ജൂൺ മാസം ഒരു 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഇവർ തമ്മിൽ, ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടക്കുന്നുണ്ട്. അന്ന് ജൂൺ മാസം ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ജൂൺ മാസം നടത്തിയ സൈനിക നടപടി വിളിച്ച പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. എടാ, കഴിഞ്ഞ ജൂൺ മാസം ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷന്റെ പേര് റൈസിംഗ് ലയൺ. അന്ന് സിംഹം എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ സിംഹം എന്ത് ചെയ്തു? ഗർജിച്ചു. അതാണ് വ്യത്യാസം. ഇനി
ഇപ്പോൾ ഉള്ളത് റോറിംഗ് ലയൺ, അന്ന് റൈസിംഗ് ലയൺ. ദെൻ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. എന്താ സംഭവം? എടാ, ഇറാനും ഇസ്രായേലും തമ്മിലാണ് പ്രശ്നം. അവിടെ അമേരിക്ക ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ വെറുതെ ഇരുന്ന ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളെ ആരാക്രമിച്ചു? അമേരിക്ക ആക്രമിച്ചു. അപ്പൊ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന കാര്യം ഓർക്കുക. ഇങ്ങനെ ഓർക്കുക, ഇറാനെ അർദ്ധരാത്രി ഒരു ചുറ്റി കൊണ്ട് അടിച്ചു ആര്? അമേരിക്ക. ദെൻ തിരിച്ചടി കൊടുത്തു, ഇറാൻ തിരിച്ചടിച്ചു. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമ ഏഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ ബാഷറത്ത് അൽഫത്ത്. അൽഫാം അല്ല, അൽഫത്ത്. ബാഷറത്ത് അൽഫത്ത് എന്നോ അല്ലെങ്കിൽ വിളിക്കാം ഓപ്പറേഷൻ ബാഷറത്ത് ഫത്തേ. ഓപ്പറേഷൻ ബാഷറത്ത് ഫത്തേ എന്ന് വിളിക്കാം. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധം. കഴിഞ്ഞ 4 വർഷമായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുകയാണല്ലേ. ആ റഷ്യനെയും ഉക്രൈനെയും കമ്പയർ ചെയ്യുമ്പോൾ ആനയും ആട്ടുകുട്ടി നമ്മളെ വ്യത്യാസമുണ്ട്. റഷ്യ ആനയും ഉക്രൈൻ ആട്ടുകുട്ടിയും അല്ലേ. ഇവിടെ റഷ്യയിലെ 5 വ്യോമത്താവളങ്ങൾ ഈ ആട്ടുകുട്ടി ആനക്കിട്ട് വലിയൊരു അടി കൊടുത്തു. ദാവീദും ഗോലിയാത്തും പറയുന്ന കണക്ക് വലിയൊരു അടി തിരിച്ചു കൊടുക്കുന്നുണ്ട് ഉക്രൈൻ. എന്താ സംഭവം? റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഒരു ഡ്രോൺ ആക്രമണമുണ്ട്. ആ ഡ്രോൺ ആക്രമണത്തിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. അപ്പോൾ റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതോടുകൂടി നമ്മൾ 10 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും അല്ലേ, ആകെ മൊത്തം 10 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. ഇനി നിങ്ങളുടെ ഊരമാണ് ആ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ സെഷൻ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ കമൻ്റ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക്, അതനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു സെഷനിൽ മറ്റൊരു സെഗ്മെൻറ്റുമായിട്ട് കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ്റെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.